വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ബിലീഫ് ആൻഡ് തോട്ട്. റൊമാൻറ്റിക് പീരീഡിലെ ബിലീഫ് ആൻഡ് തോട്ട് എന്ന ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റൊമാൻറ്റിക് പീരീഡിൽ ബിലീഫും തോട്ട്സും എംബസൈസ് ചെയ്യുന്നുള്ളത് ഇമോഷൻ, ഇൻഡിവിജ്വലിസം ആൻഡ് ദ സബ്ലീം ബ്യൂട്ടി ഓഫ് നാച്ചർ. അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യുന്നുള്ളത് സ്ട്രിക്റ്റ് റാഷണാലിറ്റി ഓഫ് ദ എൻലൈറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ വാല്യൂയിങ് ഇമാജിനേഷൻ ആൻഡ് ഇൻഡ്യൂഷൻ ഓവർ റീസൺ. ഇനി ബിലീഫും തോട്ട്സിനെയും പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എംബസൈസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമോഷൻ, ഇൻഡ്യൂഷനൊക്കെയാണ് എംബസൈസ് ചെയ്യുന്നുള്ളത്. റൊമാൻറ്റിക്സ് പ്രിയോറിറ്റി നൽകുന്നുള്ളത് ഫീലിങ്സ് ആൻഡ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെയാണ്. ലോജിക് റീസണിനേക്കാളൊക്കെ കൂടുതൽ ഫീലിങ്സിനും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെയാണ് ഈ ഒരു റൊമാൻറ്റിക്സ് പ്രിയോറിറ്റി നൽകുന്നുള്ളത്. അതുപോലെ തന്നെ ബിലീവ് ചെയ്യുന്നുള്ളത് ഇമോഷൻസ് എന്നുള്ളത് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഒന്നാണ് ഇമോഷൻ എന്നാണ് ബിലീവ് ചെയ്യുന്നുള്ളത്. റൊമാൻറ്റിക് പീരീഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് യുണീക്ക് ഇൻഡിവിജ്വൽ ആൻഡ് ദർ ഫ്രീഡം ഓഫ് തോട്ട്. യുണീക്ക് ഇൻഡിവിജ്വലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു തോട്ടിനുള്ള ഫ്രീഡം ഒക്കെയാണ് ഈ ഒരു പീരീഡിൽ, തോട്ടിനും എക്സ്പ്രഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രീഡമാണ് ഈ ഒരു പീരീഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നോംസും കൺവെൻഷൻസും ഒക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. നാച്ചർ ആസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി. റൊമാൻറ്റിസിസ്റ്റ് എന്നുള്ളത് റിവേർഡ് നാച്ചർ, സീയിങ് ഇറ്റ് ആസ് എ സോഴ്സ് ഓഫ് ബ്യൂട്ടി, ഇൻസ്പിറേഷൻ ആൻഡ് സ്പിരിച്വൽ റിന്യൂവൽ. പലപ്പോഴും ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത് ഇറ്റ് ആസ് എ പവർഫുൾ ആൻഡ് അവർ ഇൻസ്പിറിങ് ഫോഴ്സ്. Imagination and creativity. Imagination seen as a powerful tool for exploring the world and creating art. ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു പവർഫുൾ ടൂളായിട്ടാണ് ഇമാജിനേഷൻ ഉള്ളത്. വിത്ത് റൊമാൻറ്റിക്സ് വാല്യൂയിങ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആൻഡ് ദ എബിലിറ്റി ടു ട്രാൻസെൻഡ് ദ മുണ്ടൻ. റൊമാൻറ്റിസിസം എമേർജ് ചെയ്യുന്നുള്ളത് ആസ് എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് എൻലൈറ്റ്മെൻറ്റ്സ് ഫോക്കസ് ഓൺ റീസൺ ആൻഡ് സയൻറ്റിഫിക് പ്രോഗ്രസ്. റീസണും സയൻറ്റിഫിക് പ്രോഗ്രസ്സിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുള്ള എൻലൈറ്റ്മെൻറ്റിന് എതിരായിട്ടുള്ള ഒരു റിയാക്ഷനാണ് റൊമാൻറ്റിസിസം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ സീക്കിംഗ് ടു റീസ്റ്റോർ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഇമോഷൻ ആൻഡ് ഇൻഡ്യൂഷൻ. ഹ്യൂമൻ ഇമോഷനിലും ഇൻഡ്യൂഷനിലും ഉള്ള ഫെയ്ത്ത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സീക്ക് ചെയ്യുന്നുണ്ട്. റൊമാൻറ്റിക്സ് എന്നുള്ളത് ആകർഷണീയമാണ് ബൈ ദ സബ്ലെയിം, എ സെൻസ് ഓഫ് അവർ ആൻഡ് വണ്ടർ ഇവോക്ഡ് ബൈ ദ വാസ്റ്റ്നെസ് ആൻഡ് പവർ ഓഫ് നാച്ചർ. പലപ്പോഴും ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദർ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ആർട്ടിലും ലിറ്ററേച്ചറിലൊക്കെ ഈ ഒരു പവർ ഓഫ് നാച്ചർ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ പാസ്റ്റ് ആസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. റൊമാൻറ്റിക്സ് എന്നുള്ളത് പലപ്പോഴും ലുക്ക്ഡ് ടു ദ പാസ്റ്റ്, particularly the medieval period, for inspiration, seeing it as a time of romance, chivalry and myth. Some romantic thinkers idolized the noble savage, the idea of a natural, uncorrupted human being living in harmony with nature. പലപ്പോഴും contrasting this with the perceived corruption of civilization. ദ റൊമാൻറ്റിക് പീരീഡ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സേ ദ റൈസ് ഓഫ് നാഷണലിസം വിത്ത് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് ദർ നാഷണൽ ഐഡൻറ്റിറ്റീസ് ആൻഡ് കൾച്ചേഴ്സ്. ആർട്ടിസ്റ്റും റൈറ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നാഷണൽ ഐഡൻറ്റിറ്റീസിലും കൾച്ചേഴ്സിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.